ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയിലയും ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുരിങ്ങയില ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അതുപോലെ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതും കഴുകിയെടുക്കാം. എന്നിട്ട് മുരിങ്ങയില ഇതുപോലെ അടർത്തിയെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഗുണമുള്ളതാണല്ലോ മുരിങ്ങയില. ഇതൊത്തിരി നമുക്കിങ്ങനെ അടർത്തിയെടുക്കാനൊക്കെ പാടാണ് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ആയിട്ട് ഇതിൻ്റെങ്കിലൊക്കെ കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ കഴിച്ചാലും മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മളിത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒന്ന് ചതച്ചിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് വേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ക്യാരറ്റൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു തോരനിലേക്ക് മുളക് പൊടിയോ അങ്ങനെ ഒന്നും എരിവിന് വേണ്ടി ചേർക്കുന്നില്ല. ആ ഒരു ചെറിയ പച്ചമുളക് മാത്രമാണ് കേട്ടോ ആകെ ചേർത്തിട്ടുള്ളൂ. മുരിങ്ങയിലൊക്കെ വളരെ പെട്ടെന്ന് വേവുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒത്തിരി സമയമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിൽ 1 ബൗൾ തേങ്ങാപ്പീരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.